വെടിക്ക് രണ്ട് പക്ഷി. ഈ കാര്യം എന്റെ ജീവിതത്തിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇപ്പോഴാണ്. ഒരേ റൂട്ടിൽ റിഫ്രഷിംഗ് ആയിട്ടുള്ള രണ്ട് സ്പോട്ട് പറഞ്ഞു തരാം. വാ, ഇത് കാണാത്തയും കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. എന്നാലും ഞാൻ പറയാം, ഇതാണ് കരിയാത്തുംപാറ. വട്ടപ്പേര് പറയടാ. പറയാം, കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നുകൂടെ ഇതിന് പേരുണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആ പേര് വെറുതെ ഇട്ടതല്ലാന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി. ശരിക്കും ഭൂമിയിൽ ഒരു പർദീസ പോലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണെത്താ ദൂരം വരെയുള്ള പച്ചപ്പും പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന നല്ല തണുത്ത വെള്ളവും. വെള്ളത്തിൽ ചവിട്ടിയപ്പോ കാല് മാത്രല്ല കേട്ടോ, മനസ്സും നന്നായിട്ട് തണുത്തു. ഞങ്ങൾ പോയ സമയവും ക്ലൈമറ്റും കുറച്ചൊന്ന് പാളിപ്പോയി. അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ കാഴ്ചകൾ കാണുമ്പോൾ അതൊന്നും നമ്മൾ എഫക്ട് ചെയ്യില്ല. സാറ്റർഡേ വന്നോണ്ട് തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ശരിക്കും ഈ വീക്കെൻഡ്സ് ഒക്കെ ഫാമിലി ആയിട്ട് വന്ന് റിലാക്സ് ആയി ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുകയും ചെയ്യാം. ചൂടായി നിൽക്കുന്ന തലകളൊക്കെ ഒന്ന് തണുക്കട്ടെ. ഇവിടേക്കുള്ള എൻട്രി മൺഡേ ടു സാറ്റർഡേ 9 to 6 PM ആണ്. സൺഡേ അവിടുത്തെ തിരക്കൊക്കെ പോലെ ഉണ്ടാവും. പിന്നെ ഫോൺ പേ, ജിപേ അതൊന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ റേഞ്ച് ഇല്ല. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കയ്യിൽ തന്നെ കരുതണം. ഒരാൾക്ക് 30 രൂപയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതിൽ രണ്ടാമത്തെ പക്ഷി, അതായത് അടുത്ത സ്പോട്ട്. ഈ ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ വെച്ച് പിടിച്ചാൽ നമുക്ക് രണ്ടാമത്തെ സ്പോട്ടിലെത്താം. കക്കയം ഡാം. ദിസ് ഈസ് എ റിഫ്രഷിംഗ് റിട്രീറ്റ്. അങ്ങനെ തന്നെ പറയണം. കാരണം മുന്നിൽ കാണുന്നത് ഒരു സീനറി ആണോ ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞുതരാം. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഇതേ അവസ്ഥ. പിന്നെ എവിടേക്ക് പോകുമ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ചുരവും മണ്ണിടിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഓപ്പൺ ആയി എന്ന് വരില്ല. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിന് കുറച്ച് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷെ എങ്ങോട്ട് കണ്ണോടിച്ചാലും മനസ്സ് പതിയുന്ന ചിത്രങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് ഞാൻ ഉറപ്പു തരാം. മൈൻഡൊക്കെ വല്ലാതൊന്ന് തണുക്കും, നന്നായിട്ട് കാമാവും. ഈ രണ്ട് സ്പോട്ടും വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 45-50 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ ബസ്സിന് വരുന്നത് അത്ര പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വന്തമായിട്ട് വണ്ടി എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ മെയിൻ കാര്യം, പോകുമ്പോ ഒരു സാനിറ്റൈസർ കൈ കരുതാൻ മറക്കണ്ട. കാരണം ഇവിടെ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ അട്ടകളാണുള്ളത്. ബി വെയർ ഓഫ് ദാറ്റ്. ഇല്ലെങ്കിൽ ഓരോ മിനിറ്റ് കൂടുമ്പോ ഞങ്ങളെ പോലെ പണി കിട്ടും.